കൈലാസ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിന്ദുമത വിശ്വാസികൾക്ക് കർക്കിടകം പുണ്യമാസമാണ്. രാമായണ മാസം എന്നുകൂടി വിളിപ്പേരുള്ള കർക്കിടകത്തിൽ വിശ്വാസികൾ രാമായണ പാരായണവും അതിൻ്റെ വിശ്വാസങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. രാമായണ മാസത്തിലെ ക്ഷേത്ര ദർശനങ്ങളിൽ ഏറ്റവും വിശ്വാസമേറിയതും ഏറെ പവിത്രതയോടെ കാണുന്നതുമാണ് നാലമ്പല ദർശനം. നാലമ്പല ദർശനം ചെയ്താൽ രാമായണം മുഴുവൻ പാരായണം ചെയ്തതിൻ്റെ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. അധിക ദൂരത്തല്ലാതെ ശ്രീരാമൻ്റെയും സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെയും നാമധേയത്തിലുള്ള 4 ക്ഷേത്രങ്ങളാണ് നാലമ്പലം എന്നറിയപ്പെടുന്നത്. ഈ 4 ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തുന്ന ആചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ളത്. നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് പൂർത്തിയാക്കുന്നത് ഉത്തമമെന്നാണ് വിശ്വാസം. ഇത്തരത്തിൽ തൃശ്ശൂരിലുള്ളതാണ് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം, രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് കോട്ടയത്തുള്ള നാലമ്പലങ്ങൾ. കണ്ണൂരിലുള്ള നാലമ്പലങ്ങളാണ് നീർവേലി ശ്രീരാമക്ഷേത്രം, പെരിഞ്ചേരി മഹാവിഷ്ണു ക്ഷേത്രം, എളയാവൂർ ഭരതക്ഷേത്രം, പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം എന്നിവ. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നാലമ്പലങ്ങളാണ് രാമപുരം ശ്രീരാമക്ഷേത്രം, വറ്റല്ലൂർ ചൊവ്വാനയിൽ ഭരതക്ഷേത്രം, പുഴക്കാട്ടിരി പനങ്ങാങ്കര ലക്ഷ്മണ ക്ഷേത്രം, നാരായണത്ത് തെക്കേടത്ത് മനയിൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവ. തിരുമലയൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഭരതപ്പള്ളി ഭരതസ്വാമി ക്ഷേത്രം, മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, നെടുങ്ങാട് ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നാലമ്പലങ്ങളാണ്.